വൈഗ കൊലപാതക കേസിൽ അച്ഛൻ പ്രതിയായ സനു മോഹൻ കുറ്റക്കാരനാണെന്നുള്ള കോടതി കണ്ടെത്തൽ ഇപ്പോൾ വന്നിരിക്കുകയാണ്. മോസിനാസുണ്ട് വിവരങ്ങൾ നൽകാനായി. മോസിന, ഇന്നിപ്പോൾ വിധി വരുമ്പോൾ കുറ്റക്കാരനാണെന്നുള്ള കണ്ടെത്തലാണോ കോടതിയിൽ നിന്ന് ആദ്യം ഉണ്ടായിരിക്കുന്നത്? യെസ്, എറണാകുളത്തെ വൈഗ കൊലപാതക കേസിലാണ് ഇന്നിപ്പോൾ എറണാകുളത്തെ പ്രത്യേക കോടതി വിധി പറയുന്നത്. ആദ്യഘട്ടത്തിൽ വൈഗ കൊലപാതക കേസിൽ പ്രതി സനു മോഹൻ കുറ്റക്കാരനാണെന്നുള്ള വിധി പ്രസ്താവത്തിന്റെ ആദ്യ വരികളാണ് ലഭിച്ചിട്ടുള്ളത്. മോസിന, കുറ്റക്കാരനെന്നുള്ള കോടതിയുടെ ആദ്യ വരികളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. എന്താണ് പറയുന്നത് അതിൽ? ജിൽസി, സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സനുമോഹൻ തന്നെയാണ് ഈ കേസിൽ കുറ്റക്കാരൻ എന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിൽ തന്നെയാണ് കോടതി എത്തിയിരിക്കുന്നത്. കേസിൽ തുടർ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, 2021 മാർച്ച് മാസമാണ് ഇങ്ങനെയൊരു കൊലപാതകം നടക്കുന്നത്. 2021 മാർച്ച് 22-ാം തീയതിയാണ് വൈകിയുടെ മൃതദേഹം മുട്ടാർ പുഴയിൽ നിന്ന് ലഭിക്കുന്നത്. അതിനുശേഷം അച്ഛൻ പ്രതിയായ സനുമോഹനും ഈ പുഴയിൽ വീണിട്ടുണ്ടാകാമെന്നൊരു സംശയത്തിൽ പോലീസ് ആദ്യത്തെ 1-2 ദിവസം മുട്ടാർ പുഴയിൽ തെരച്ചിൽ നടത്തിയെങ്കിലും പിന്നീട് സനുമോഹനെ കണ്ടെത്താൻ സാധിച്ചില്ല. ഏകദേശം ഒരു മാസത്തിന് ശേഷമാണ് പ്രതി സനുമോഹൻ പോലീസിന്റെ കസ്റ്റഡിയിലാകുന്നത്. ഈ കേസിലെ സാഹചര്യ തെളിവുകൾ തന്നെയാണ് അച്ഛൻ തന്നെയാണ് പ്രതി എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് പോലീസിൽ എത്തിച്ചത്. മാത്രമല്ല, ഈ പ്രതി സനുമോഹനെ കസ്റ്റഡിയിലെടുത്തതിനു ശേഷം പ്രതി അന്ന് തന്നെ കുറ്റസമ്മതം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രതി തന്നെ സാക്ഷിയാകുന്ന ഒരു അത്യപൂർവ കാര്യം കൂടി ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട്. കോടതിയിൽ വളരെ വൈകാരികമായ അവസ്ഥയിൽ തന്നെ അദ്ദേഹം ഈ പ്രതി സനുമോഹൻ താനാണ് കുട്ടിയെ കൊന്നത് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യ തെളിവുകളുടെ എല്ലാം അടിസ്ഥാനത്തിൽ സനുവിന് മാത്രമാണ് ഈ കേസിൽ കുറ്റവാളി എന്നുള്ള കാര്യത്തിൽ തന്നെയാണ് കോടതി എത്തിച്ചേരുക എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്താണെങ്കിലും കോടതിയുടെ നടപടിക്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കേസിൽ നമുക്കറിയാം, ഈ കുട്ടിക്ക് മദ്യം നൽകി മയക്കിയതിനു ശേഷം മുട്ടാർ പുഴയിൽ തള്ളുകയായിരുന്നു. അകത്ത് വെള്ളം ചെന്ന്, അതായത് ശ്വാസം മുട്ടിയാണ് മരിച്ചത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ടായത്. അകത്ത് വെള്ളം എത്തിയിട്ടുണ്ട്, മുങ്ങി മരണമാണ് എന്ന് മനസ്സിലാക്കുന്ന രീതിയിലാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഉണ്ടായിരിക്കുന്നത്. ഡോക്ടറാണ് ഈ കേസിൽ ആദ്യ സാക്ഷി. ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് 97 സാക്ഷികളെ വിസ്തരിച്ചിരുന്നു. കുട്ടിയുടെ അമ്മ, അതുപോലെ തന്നെ മറ്റ് ബന്ധുക്കൾ, ഫ്ളാറ്റിലെ മറ്റ് അടുത്ത ഫ്ളാറ്റിലെ താമസക്കാർ തുടങ്ങി ഈ സാഹചര്യ തെളിവുകൾ എല്ലാം തന്നെ ഈ പ്രതിക്ക് ഈ കേസിന്റെ പ്രോസിക്യൂഷന്റെ അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ സനുമോഹൻ കുറ്റക്കാരൻ എന്നുള്ള രീതിയിൽ തന്നെയാകും കേസിൽ അവസാന വിധി വരിക എന്ന് തന്നെയാണ് പ്രോസിക്യൂഷനും പ്രതീക്ഷിക്കുന്നത്. ജിൽസി, യെസ്, എന്തായാലും വൈഗ കൊലപാതക കേസിൽ ഇപ്പോൾ കോടതി പ്രതി സനു മോഹൻ കുറ്റക്കാരനാണെന്നുള്ള ഒരു കണ്ടെത്തലാണ് നടത്തിയിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ ചുമത്തിയ കുറ്റങ്ങളും നിലനിൽക്കുമെന്ന് കൂടി കോടതി പറയുന്നുണ്ട്. ശിക്ഷാവിധിയിൽ അത് വാദം ഉച്ചയ്ക്ക് ശേഷമായിരിക്കും നടക്കുക എന്നുള്ളതാണ്. വൈഗ കൊലപാതക കേസ് 2021 മാർച്ചിൽ സ്വന്തം മകളായ വൈഗയെ മദ്യം നൽകി മയക്കിയ ശേഷം കൊലപ്പെടുത്തിയെന്നുള്ള കേസാണ് സനു മോഹനെതിരെ ഉണ്ടായിരുന്നത്. സാമ്പത്തിക കുറ്റകൃത്യത്തിനായി ഇയാൾക്കെതിരെ മുംബൈയിൽ മറ്റൊരു കേസ് കൂടിയുണ്ട്. സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ആഡംബരപ്രിയനായ സനു മോഹൻ സാമ്പത്തിക ബാധ്യത ഒഴിവാക്കാനായാണ് മകളായ വൈഗയെ 13 വയസ്സുകാരിയെ മദ്യം നൽകി മയക്കി കൊലപ്പെടുത്തിയത് എന്നുള്ള കേസായിരുന്നു. ഇതിൽ സനു മോഹൻ തന്നെ കോടതിയിൽ താനാണ് മകളെ കൊലപ്പെടുത്തിയത് എന്നുള്ള കുറ്റമേറ്റു പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സനു മോഹൻ, അതായത് പ്രതി തന്നെ സാഹചര്യ തെളിവുകൾ നൽകുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടി ഈ കേസിലുണ്ടായിരുന്നു. എന്തായാലും കേസുമായി ബന്ധപ്പെട്ട വളരെ നിർണായകമായ ഒരു വിധിയിലേക്കാണ് കോടതി നീങ്ങുന്നത് എന്ന് വേണം പറയാൻ. സനു മോഹൻ കുറ്റക്കാരനാണ് എന്നുള്ള കണ്ടെത്തലാണ് ഇപ്പോൾ കോടതിയിൽ ഉണ്ടായിരിക്കുന്നത്. മോസിന തുടരുന്നുണ്ട്. മോസിന, അതായത് ഈ സാഹചര്യ തെളിവുകളൊക്കെ ഈ സനുമോഹന് എതിരാണ് എന്ന് നേരത്തെ പ്രോസിക്യൂട്ടർ തന്നെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് പരമാവധി ശിക്ഷയിലേക്ക് തന്നെ എത്തിച്ചേരുമെന്നാണ് പ്രോസിക്യൂഷന്റെ പ്രതീക്ഷ. ഇനിയിപ്പോൾ ഈ ശിക്ഷാവിധിയിൽ വാദം ഉച്ചയ്ക്ക് കേൾക്കുമ്പോൾ മറ്റ് കുറ്റം സംബന്ധിച്ചുള്ള ഒരു ശിക്ഷാവിധി കൂടി ഇന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? അതൊരു മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാനുള്ള സാധ്യത കൂടി ഉണ്ടല്ലേ? ജിൽസി, എന്താണെങ്കിലും കേസിൽ സനുമോഹൻ കുറ്റക്കാരനാണ് എന്ന് തന്നെയാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. സനുമോഹൻ ചുമത്തിയിരിക്കുന്ന 302, IPC 302, 328, 77, IPC 201, JJ 75 തുടങ്ങിയ എല്ലാ വകുപ്പുകളും നിലനിൽക്കുമെന്ന് തന്നെയാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. എന്താണെങ്കിലും ഈ കേസിൽ മറ്റാരും പ്രതിയാകാത്ത ഈ കേസിൽ സനുമോഹൻ തന്നെയാണ്, മാത്രമല്ല താനാണ് ഈ ഒരു കുറ്റകൃത്യം ചെയ്തത് എന്ന് സനുമോഹൻ തന്നെ കുറ്റസമ്മതം നടത്തിയ കേസ് കൂടിയാണ് ഇത്. ഈ കേസിൽ സാക്ഷി പറയാനും
പ്രതി ആ ഒരു ഘട്ടത്തിലൂടെ ഈ വിചാരണ നടക്കുന്ന വേളയിൽ ഉണ്ടായിരുന്നു. എന്താണെങ്കിലും കേസിൽ സനുമോഹൻ തന്നെയാണ് കുറ്റക്കാരൻ എന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ശിക്ഷാവിധി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ജീവപര്യന്തത്തിൽ കുറഞ്ഞ ശിക്ഷയൊന്നും സനുമോഹന് ലഭിക്കില്ല എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് പ്രോസിക്യൂഷനും ഈ കേസിൽ ഉടനീളം വാദിച്ചിരുന്നത്. സാഹചര്യ തെളിവുകളെല്ലാം തന്നെ സനുമോഹന് എതിരാണ് എന്നുള്ളത് തന്നെയാണ് ഈ കേസിൽ ഇത്തരത്തിലൊരു ശിക്ഷാവിധിയിലേക്ക് ഉണ്ടാവുക എന്നുള്ള പ്രതീക്ഷ നേരത്തെ പ്രോസിക്യൂഷൻ പങ്കുവച്ചത്. എന്താണെങ്കിലും ഉച്ചയ്ക്ക് ശേഷം ഈ കേസ് പരിഗണിക്കും. ശിക്ഷാവിധി ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ജിൻസി, 2021 മാർച്ചിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്. മാർച്ചിൽ ആലപ്പുഴയിലെ വീട്ടിൽ നിന്ന് സനു മോഹൻ അമ്മയുടെ കൂടെ കഴിയുകയായിരുന്ന ഈ വൈഗ എന്ന മകളെ 13-കാരിയെ കൊച്ചിയിലെ ഒരു ഫ്ളാറ്റിലേക്ക് കൊണ്ടുവരികയും അവിടെ വെച്ച് മദ്യം നൽകി ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തുകയും പിന്നീട് മുട്ടാർ പുഴയിൽ എറിയുകയും ചെയ്തു എന്നാണ് കേസ്. ശ്വാസകോശത്തിലടക്കം ജലമുണ്ടായിരുന്നു, അതാണ് മരണത്തിലേക്ക് നയിച്ചതെന്നുള്ള ഡോക്ടറുടെ റിപ്പോർട്ട് കൂടി പുറത്തു വന്നിരുന്നു. അതിനുശേഷം ഒരുപക്ഷെ അച്ഛൻ സനു മോഹനും ഈ കുട്ടിക്കൊപ്പം പുഴയിൽ ചാടിയിട്ടുണ്ടാകാമെന്നുള്ളൊരു നിഗമനത്തിൽ ആദ്യ 2 ദിവസങ്ങളിലും പോലീസ് ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് മൃതദേഹം കണ്ടെത്താത്തതിനെ തുടർന്ന് സനുമോഹനായി തെരച്ചിൽ നടത്തുകയായിരുന്നു. അയൽ സംസ്ഥാനമായ കർണാടകയിൽ നിന്നാണ് സനുമോഹനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ആഡംബര ജീവിതം നയിച്ചിരുന്നയാൾ പിന്നീട് വൈകിയുടെ കൊലപാതകത്തിന് ശേഷം കാറൊക്കെ വിറ്റ് പൈസയുമായി ധൂർത്തടിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. ഈ സാമ്പത്തിക കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് മുംബൈയിൽ ഇയാൾക്കെതിരെ ഒരു കേസ് നിലനിൽക്കുന്നുണ്ട്. ആ കേസിൽ മുംബൈ പോലീസ് അന്വേഷണം തുടരുന്നതിനിടെയാണ് ഇപ്പോൾ വൈഗ കൊലപാതക കേസിൽ സനുമോഹൻ കുറ്റക്കാരനാണ് എന്നുള്ള ഒരു നിർണായക വിധി ഇപ്പോൾ വന്നിരിക്കുന്നത്. വിധി പ്രസ്താവിച്ചിരിക്കുന്നത് എറണാകുളത്തെ സ്ത്രീകളുടെയും കുട്ടികളുടെയും കേസ് പരിഗണിക്കുന്ന പ്രത്യേക കോടതിയാണ്. ശിക്ഷാവിധിയിൽ വാദം ഉച്ചയ്ക്കായിരിക്കും നടക്കുക. പ്രോസിക്യൂഷൻ ഉന്നയിച്ച എല്ലാ കുറ്റങ്ങളും സനുമോഹനെതിരെയുള്ള എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞതായാണ് വിധിയിൽ പറയുന്നത്. ശിക്ഷ സംബന്ധിച്ചുള്ള വാദം ഉച്ചയ്ക്ക് ശേഷം നടന്ന് ഇന്ന് തന്നെ ശിക്ഷാവിധി പ്രഖ്യാപിക്കുമെന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ലഭിക്കുന്നത്. നേരത്തെ പ്രോസിക്യൂഷൻ മീഡിയ വണ്ണുമായി സംസാരിച്ചിരുന്നു. ആ സമയത്ത് കൃത്യമായി പ്രോസിക്യൂഷൻ പറഞ്ഞത് എല്ലാവിധത്തിലുള്ള സാഹചര്യ തെളിവുകളും സനുമോഹനെതിരാണ്. എല്ലാ തെളിവുകളും കോടതിയെ ബോധിപ്പിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജീവപര്യന്തത്തിൽ കുറയാത്ത ഒരു ശിക്ഷ തന്നെയാണ് സനുമോഹന് ലഭിക്കുക എന്നുള്ള ഒരു വിവരം കൂടിയാണ് പ്രോസിക്യൂഷൻ നേരത്തെ പങ്കുവച്ചത്. ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതി തന്നെ സാക്ഷിയാകുന്ന ഒരു അപൂർവ നിമിഷങ്ങൾ കൂടി കോടതിയിൽ ഉണ്ടായിരുന്നു. താൻ തന്നെയാണ് വൈകിയെ കൊലപ്പെടുത്തിയത് തുടങ്ങിയ കാര്യങ്ങൾ, എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ പ്രതി തന്നെ കോടതിയിൽ എല്ലാ കാര്യങ്ങളും ഏറ്റുപറഞ്ഞിരുന്ന ഒരു സാഹചര്യത്തിൽ പരമാവധി ശിക്ഷ തന്നെ സനുമോഹന് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം ശിക്ഷാവിധിയിൽ വീണ്ടും വാദമുണ്ടാകും. അതിനൊടുവിലായിരിക്കും ശിക്ഷാവിധി സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടാവുക.